അതിരാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിന്റെ ആകെ സ്ഥാനാർത്ഥി നിർണയം എല്ലാം പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പോകുന്നത് KN ഉണ്ണികൃഷ്ണനാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഇപ്പോൾ 2021 ഒരൊറ്റ തെരഞ്ഞെടുപ്പിനെ മാറ്റി നിർത്തിയാൽ 30-35 വർഷത്തോളം അവിടെ ബാബു, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു മത്സരിച്ച് ജയിച്ചുകൊണ്ടേയിരുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അവിടെ ഇത്തവണ KN ഉണ്ണികൃഷ്ണന് വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? തീർച്ചയായും അതൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. കാരണം ത്രികോണ പോരാട്ടം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രധാന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിനും CPM-നും അതേപോലെ BJP-ക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം തദ്ദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു ചായ്വ് അല്ലെങ്കിൽ കോൺഗ്രസിനോട് മാത്രമല്ല CPM-നും BJP-ക്കും ഒരേപോലെ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ള തൃപ്പൂണിത്തുറയിലേക്ക് KN ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾ വരികയാണെങ്കിൽ എന്തായിരിക്കാം അവിടെ സംഭവിക്കാൻ പോകുന്നത്? വൈപ്പിന് നീണ്ട കാലത്ത് തന്നെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് KN ഉണ്ണികൃഷ്ണൻ. അപ്പോ അദ്ദേഹത്തെ അവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് CPM പറഞ്ഞിട്ടുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ്. താങ്കൾ അവിടെ പോയി താങ്കളുടേതായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കുക എന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ കൊച്ചുകാരെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നെന്ന് പറയുന്നത് മത്സ്യസമ്പത്തും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാർഷികം, ഇതിനൊക്കെ ഒരുപാട്. നമ്മൾ പൊതുവെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT ഹബ്ബുകൾ മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. കൊച്ചിയിൽ സാധാരണ ജീവിതങ്ങളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. എല്ലാം ഈ പറയുന്ന ഹൈടെക് ആൾക്കാരൊന്നും അല്ല വോട്ടർ ലിസ്റ്റിൽ ഉള്ളത്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് KN ഉണ്ണികൃഷ്ണൻ ഒരു നല്ല നേതാവ് തന്നെയാണ്. അപ്പോ തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന നീണ്ട കാലമായി അവർക്ക് പരിചയമുള്ള ഒരാളെ ആയിരിക്കും ജയിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ജയ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണന് വലിയ സാധ്യതയാണ് ഈ മണ്ഡലത്തിലുള്ളത്. അത് CPM അല്ലെങ്കിൽ ജയിച്ചു വന്നോളൂ. ഇപ്പോ ശൈലജ ടീച്ചറിന് അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അതെ, CPM-ന്റെ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു പുറത്ത് പറഞ്ഞു പറയാതെ വെക്കുന്ന ഒരു അജണ്ടയാണത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വലിയ വിജയസാധ്യതകൾ ഉള്ള, ഇപ്പോൾ വിജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് അതിനെ ഒരു സാധ്യതയാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ CPM എടുക്കുന്നുണ്ട്. ഇപ്പോൾ മട്ടന്നൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് നമ്മുടെ KK ശൈലജ ടീച്ചർ വിജയിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മട്ടന്നൂരിൽ മത്സരിക്കാൻ പോകുന്നത് സനോജേട്ടനാണ്. നമ്മുടെ DYFIയുടെ അധ്യക്ഷനായ VK സനോജാണ് മത്സരിക്കുന്നത്. അപ്പോൾ പേരാവൂരിൽ എന്തുകൊണ്ട് KK ശൈലജ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ KPCCയുടെ അധ്യക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. അതുപോലെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ എടുക്കേണ്ടിയിരിക്കുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ ഈ നിരന്തരം മത്സരിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ നിരന്തരം ജയിക്കുന്ന മണ്ഡലത്തിൽ നിർത്തുന്നത് മാത്രമല്ല സേഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പോസിറ്റ്, തങ്ങൾക്ക് കുറച്ചുകൂടെ അധികം പാടുപെടേണ്ടി വരുന്ന സ്ഥലങ്ങളിലും ഓപ്പോസിറ്റ് ആയിട്ട് നല്ല സ്ഥാനാർത്ഥികൾ, ശക്തമായ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തി ഈ തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തുന്ന രീതിയില്ല. ഇപ്പൊ ഇട്ടുകൊടുക്കുന്ന രീതിക്ക് അപ്പുറത്തേക്കും ജയസാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് മറ്റ് ജയസാധ്യത അല്ലെങ്കിൽ CPM-ന് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ കിട്ടാത്ത മണ്ഡലങ്ങളിലേക്ക് അവരെ കൊണ്ട് പോസ്റ്റ് ചെയ്ത് അവരുടെ ജനപ്രീതി കൊണ്ട് മാത്രം ആ ഒരു വോട്ടിംഗ് പിരിച്ചു പിടിക്കുക. അതാണ് ഈ പറയുന്ന CPM-ന്റെ സേഫ് കാൻഡിഡേറ്റ് പുതിയൊരു അജണ്ടയാണത്. ആ അജണ്ടയുടെ ഒരാളുടെ പേരാണ് KK ശൈലജയെങ്കിൽ ഇവിടെ തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണന്റെ പേരാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ നീണ്ട, അല്ലെങ്കിൽ ഇപ്പൊ വൈപ്പിൻ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ KN ഉണ്ണികൃഷ്ണനെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ടൊരു അഭിപ്രായം അവിടെ ആർക്കുമില്ല. ഇപ്പോ നമുക്കങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ കൊല്ലത്തിരുന്നിട്ടോ ഒക്കെ പറയാം, അയ്യോ ഇത്ര കാലമായിട്ടും ആ ഒരു കോട്ട എന്ന് പറയുന്നത്, കോട്ടകളിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ് കോട്ടയിലാണോ ഇങ്ങനെ ഒരു നേതാവിനെ കൊണ്ട് മത്സരിപ്പിക്കുന്നത്? അദ്ദേഹത്തിനെ അങ്ങ് വൈപ്പിൻ തന്നെ മത്സരിപ്പിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് അവിടെ കോട്ടയിൽ കൊണ്ട് മത്സരിക്കുന്നത്? കോട്ടയിൽ സാധ്യത ഉള്ളത് കൊണ്ടാണ്. കാരണം ആ ഒരു കോട്ടയ്ക്ക് BJP-യിലേക്ക് ഒരു ചായ്വ് വന്നിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു അവിടെ UDF-ന്റെ കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായൊരു ധാരണ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇല്ല. അവിടെ ഈ പറഞ്ഞ മുൻ എക്സൈസ് മന്ത്രി ആയിരുന്ന 30 വർഷത്തോളം അവിടെ MLA ആയിട്ടുണ്ടായിരുന്ന ബാബു മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലിജു മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ 2 പേരുകളും 2-3 പേരുകളും നമ്മൾ കുറച്ചു നേരം മുൻപ് മറ്റൊരാളുമായി താങ്കൾ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയും അവ്യക്തമായ ഒരു പിക്ചറാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. എനിക്ക് തോന്നുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന തൊട്ടടുത്ത മൊമെന്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഒരു നല്ല മൂവായിരുന്നു. ഇപ്പൊ പാർട്ടി ഏതോ ആയിക്കോട്ടെ, പക്ഷെ നടത്തിയ മൂവ് ഗംഭീരമായിരുന്നു.
അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ പ്രവർത്തനങ്ങളും. ആ നിമിഷം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാകാൻ പറ്റാത്ത ഈ ഘട്ടത്തിൽ ഇപ്പോൾ 42 സീറ്റുകളാണ് ഇപ്പോൾ നിയമസഭയിൽ UDF-നുള്ളത്. ഇതിൽ നിന്നാണ് നേരെ 100-ലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു ജനറൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ വലുതാണ്, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ 42-ൽ തൃപ്പൂണിത്തുറ എന്ന സീറ്റ് നഷ്ടമായിക്കൊണ്ട് ചിലപ്പോൾ അവിടെ മറ്റൊരു സീറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും 100-ലേക്ക് വരുന്നത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഈ കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില മണ്ഡലങ്ങളിൽ മാത്രം പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ചിലയിടത്ത് പതുക്കെ മതി എന്ന് തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് കാരണം ഒരു 40 സീറ്റിൽ ഒറ്റ പേരെന്നൊക്കെ പറഞ്ഞാൽ 50 സീറ്റിൽ ആളായി, 60 സീറ്റിൽ ആളായി എന്ന് പറയുമ്പോൾ 60 ഫിക്സ് ആണ്. കാരണം 60 കണ്ണും പൂട്ടി മത്സരിച്ചാൽ മാത്രം മതി, ജയസാധ്യത ഉറപ്പ്. ബാക്കിയുള്ളിടത്ത് മാത്രം അവർക്ക് കുറച്ചുകൂടെ അധികം പ്രവർത്തനങ്ങൾ മതി. അതിന്റെ അകത്ത് കുറച്ച് സീറ്റുകൾ ഇതേപോലെ മാറ്റിയിട്ടിരിക്കും. കാരണം അവിടെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനപ്രീതി അനുസരിച്ച് ആളുകൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിപ്പോ BJP-ക്കും ഉണ്ട്, CPM-നും ഉണ്ട്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക്, കാരണം നമ്മൾ ഈ ആറ്റിങ്ങിലൊക്കെ കണ്ടില്ലേ, ആറ്റിങ്ങിലൊക്കെ ഒരു ഇങ്ങനെയാണ് അതിന്റെ ഒരു വോട്ടിംഗ് ഷെയർ 50-50% അല്ലെങ്കിൽ ഒരാൾക്ക് 60 കിട്ടുമ്പോൾ മറ്റേയാൾക്ക് 40. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം വളരെ നിർണായകം. നോക്കി ഈ TV സ്ക്രീനിലേക്കുള്ള അടുപ്പം കുറഞ്ഞു വരും എന്ന് പറയുന്നത് പോലെയാണ്. ഒരിക്കൽ വിചാരിക്കും ഓക്കെ ജയിച്ചു, LDF ലീഡ് ചെയ്ത് കഴിഞ്ഞു, 20,000 അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ അല്ലെങ്കിൽ 10,000 വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇവര് തന്നെയാണ്. പക്ഷെ മറ്റേ ഈ 50-50 ഒക്കെ വരുന്ന സമയത്താണ് അങ്ങനത്തെ ഒരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് ലോക്സഭയിൽ കണ്ടില്ലേ, അതേപോലെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ കണ്ടില്ലേ, അത്തരത്തിലൊക്കെ ഉള്ള ഒരു പോരാട്ടമായിരിക്കും തൃപ്പൂണിത്തുറയെ കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുകയായിരിക്കും, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, വോട്ടിംഗ് ഷെയറിന്റെ നില എങ്ങോട്ടായിരിക്കും പോകുന്നത്. കാരണം നല്ല സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ഇപ്പൊ ശൈലജ ടീച്ചർ നിൽക്കുന്ന സ്ഥലത്തും ആ രീതിയിലായിരിക്കും. കാരണം ഒരിടത്ത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവര് നല്ലതായിരുന്നു, കാരണം മുൻകാല ആരോഗ്യമന്ത്രിയായിരുന്നു ഇവർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് ഭേദമാണെന്ന് തോന്നുന്ന സാഹചര്യം വരുമ്പോൾ അവർക്ക് ജയസാധ്യത അല്ലെങ്കിൽ അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേ രീതിയിലായിരിക്കും തൃപ്പൂണിത്തുറയിലും ഉണ്ടാകാൻ പോകുന്നത്. ഇദ്ദേഹം നല്ലതാണെന്ന് കൊച്ചിക്കാർക്ക് അറിയാൻ നല്ലതാണെന്നെങ്കിൽ കൊച്ചിയെ വൈപ്പിൽ നിൽക്കുന്ന ആൾക്ക് തൃപ്പൂണിത്തുറയിൽ ജയിക്കാൻ വലിയ പാടൊന്നുമില്ല. ആ രീതിയിലൊരു ത്രികോണ പോരാട്ടം. ത്രികോണം എന്ന് ഞാൻ പറയാൻ കാരണം BJP-യുടെ ട്രെൻഡ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് അത്യാവശ്യം സ്ഥലങ്ങളിൽ വോട്ട് നേടി അല്ലെങ്കിൽ തദ്ദേശ സ്ഥലത്ത് ഓളം സൃഷ്ടിച്ചതിൽ ഒരിടം എന്ന് പറയുന്നത് എറണാകുളം ഉണ്ടായിരുന്നു. അതിൽ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ വോട്ട് ഷെയർ കൂട്ടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അതനുസരിച്ച് കോൺഗ്രസിന് ഇതൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയിട്ടുമില്ല. വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഈ കോൺഗ്രസിന്റെ കോട്ട എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്ത് 2021-ൽ M സ്വരാജ് ജയിച്ചിരുന്നു. അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു ഉറപ്പായും. പക്ഷെ അതിനുശേഷം അവിടുത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കോട്ടയുടെ പഴുതുകളിൽ ഓട്ട വീണിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വോക്സ് പോപ്പുലെ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു വ്യത്യാസം, ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അത് ഈ പറഞ്ഞ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പൊ ആതിര നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് വോട്ട് CPM-ലേക്കും BJP-ലേക്കും കൃത്യമായി ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ വോട്ട് കൃത്യമായി സമാഹരിച്ച് CPM-ലേക്ക് കൊണ്ടുവരാൻ KN ഉണ്ണികൃഷ്ണന് കഴിയുകയാണെങ്കിൽ അവിടെ ഒരു വലിയ വിജയം ഉണ്ടാകും. അത് ശരിക്കും ഒരു ചരിത്രമായിരിക്കും. കാരണം 2021-ൽ ഉള്ള പ്രത്യേക സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഏറെ ഉണ്ടായിട്ട് പോലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KK ശൈലജ ആയാലും അതുപോലെ തന്നെ KN ഉണ്ണികൃഷ്ണനായാലും കംപ്ലീറ്റ് യൂസേജ് ഓഫ് ഓറ, അവർക്കുള്ള ഓറ അതുപോലെ യൂസ് ചെയ്ത് വോട്ടാക്കി മാറ്റുക, 3-ാം സ്ഥാനത്ത് പോലും എത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, 1-ാം സ്ഥാനത്തെത്തി വിജയിപ്പിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ശക്തനായ കാൻഡിഡേറ്റിനെ തന്നെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്യമമാണ് CPM ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്നുള്ളതാണ്.